So thank you so much for always being with us and especially with me. എൻ്റെ ഇവിടുത്തെ എല്ലാ പടങ്ങളും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗരുഡഗമന എത്രത്തോളം ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കും അറിയും. സോ അതൊക്കെ നന്ദി. സോ ഇതെൻ്റെ പ്രൊഡ്യൂസറാണ്. സോ ഇവർക്ക് മലയാളം അറിയില്ല, ചെറുതായിട്ട് തമിഴ് സംസാരിക്കാൻ പറ്റും. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. സോ ടു സ്പീക്ക് അബൌട്ട് 45, ഇത് കാണുമ്പോൾ ഇപ്പോ എല്ലാവർക്കും എന്താ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഒരു പാൻ ഇന്ത്യ പടങ്ങൾ പറഞ്ഞാൽ ഒരു എക്സ്പോഷൻ വേണു, ഫൈറ്റ് വേണു, അതും വേണു, ഇതും വേണു, ഇതെല്ലാം ഈ സ്ക്രീനിൽ കാണാറുണ്ട്. പക്ഷേ ഇത് ടെംപ്ലേറ്റ് പടം അല്ല. സോ all the things that happen on screen is because to tell a story. So I'm so fortunate. ഇതിൽ എനിക്ക് രണ്ട് സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. ഡോക്ടർ ശിവരാജ് കുമാർ, പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ റിയൽ സ്റ്റാർ ഉപേന്ദ്ര. സോ ഇതെൻ്റെ ഭാഗ്യമാണ്. ആൻഡ് ലൈക്ക് ഓൾവേസ്, എവറി ടൈം വി ഡു ഫിലിം വി ബ്ലൈൻഡ്ലി ട്രസ്റ്റ്, ആൻഡ് ഫോർച്ചുനേറ്റ്ലി ദേ ടു ട്രസ്റ്റ് us, വേഫേറേഴ്സ്. അവിടുത്തെ എല്ലാ ആൾക്കാർക്കും എൻ്റെ നന്ദി. ദുൽഖർക്കും പിന്നെ ദേവൻ, വിജയ്, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ബിക്കോസ് ഓഫ് ദം വി ആർ ഹിയർ. അവിടെ കന്നഡത്തിൽ ഈ പടം 25th റിലീസ്, ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി റിലീസിങ് ഓൺ 1st. ബിക്കോസ് അവിടെ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും അതിൻ്റെ റെസ്പോൺസ് എത്രത്തോളം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ അത് ഇവിടെ ട്രാവൽ ആവും. അപ്പൊ നാച്ചുറൽ ആയിട്ട് ഈ പടത്തേക്ക് ഒരു അത്ര വലിയ റെസ്പോൺസ് കിട്ടിയാൽ ഇവിടെ വലിയ റെസ്പോൺസ് നിങ്ങളും കിട്ടും. It should be honest, it should travel honestly is what we believe as a team. That's the reason Kannada it releases on 25th and other states it's releasing on 1st. Thank you so much. So അവര് തമിഴിൽ സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു. எனக்கு மலையாளம் வராது, சாரி. நான் தமிழில் பேசுகிறேன் சார். எல்லாருக்கும் வணக்கம். மீடியா உங்களுக்கு இந்த 45 படம் ரொம்ப ரிச்சாக பண்ணியிருக்கிறோம். இது எல்லாரும் பார்க்குற மாதிரி படம். நீங்கள் எல்லாம் பார்த்துட்டு உங்கள் ஆசீர்வாதம் வேணும். நீங்கள் பாருங்கள், நல்லா பண்ணியிருக்கிறோம். ஒரு வாட்டி நீங்கள் பார்த்தா நம்மளுக்கு ஒரு ஆசீர்வாதம் மாதிரி கிடைக்கும்னுட்டு நீங்கள் ஒரு வாட்டி எல்லாருக்கும் சொல்லிட்டு ஒரு வாட்டி பார்க்க சொல்லுங்க. அவ்வளோதான் நான் பேசுகிறேன். தேங்க்யூ, தேங்க்யூ வெரி மச். I think I have worked with many producers, but I love this man because he came to Bangalore from nothing. So, and now he absolutely loves cinema, and he's a child at heart when he speaks and everything. He's still a villager, still a child. So our innocence, our വലിയ ക്വാളിറ്റിയാണ്. So that's why I really love this man and want this man to have great, you know, cinemas and success, and let it start from 45. പിന്നെ ഇതിൽ എൻ്റെ ഡയറക്ടർ ഉണ്ട്, അർജുൻ ജന്യ പറഞ്ഞിട്ട്. അവര് even today he's working on something because if we have a chance we need to get better is what he always makes a point. ഇത് അവരുടെ ഡെബ്യൂട്ട് പടമാണ്, ഫസ്റ്റ് പടം. പക്ഷെ ഇത്ര സ്കെയിൽ നമുക്ക് എപ്പോഴും ഡെബ്യൂട്ടഡ് ഡയറക്ടർ കിട്ടില്ല. ഇതിന് മുമ്പ് അവർ ഒരു ഓൾമോസ്റ്റ് 2 decades അവർ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് കന്നഡയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അവർ ഡെബ്യൂട്ട് ഡയറക്ഷൻ. സോ ബിക്കോസ് ഹി വാണ്ടഡ് ടു അച്ചീവ് ദിസ് ഡ്രീം, he wrote the script and shot it he made the film in animation, and then he made dubbing to that animation, then he made music to that animation, then he made DTS to that animation, then he pitched the video to the producer and showed it, this is my film, if you really like it we can collaborate. I think that kind of a dedicated man he is. So I'm very eager for 45. Yes, thank you. If you have anything to ask. എന്താ വെച്ചാൽ ഈ പടത്തിൽ ഇതിന്റെ മുമ്പ് ഒരു ചെറിയ ടീസർ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിൽ അവർ ഇതുണ്ട്. 45 പറഞ്ഞാൽ ഒരു വേൾഡിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ബട്ട് ഈ പടത്തിൽ അത് ഒരു 45 ഡേയ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെല്ലാം എലിമെന്റ്സ് ചെയ്തിട്ട് അത് 45 ആയിട്ട് ടൈറ്റിൽ വെച്ചു. പടം 45 ഡയറക്ടറിന്റെ ഒരു ഡെബ്യൂ ഫിലിമാണ്. അപ്പം അത്
മൾട്ടിപ്പിൾ സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കൺവിൻസ് ചെയ്തു ഇത്ര ആളുകളെ? മൾട്ടിപ്പിൾ 2 സൂപ്പർ സ്റ്റാർ പിന്നെ ഒരു ആക്ടർ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. ഇല്ല പറയാനില്ല, നോ വേ. ലൈക്ക് അവരാണ് ലെജൻഡ്സ്. ഞാൻ ഇപ്പൊ ഒരു ഡെക്കേഡ് പോലെ ആയില്ല. ജസ്റ്റ് ഐ ഹാവ് ഡൺ handful of films, that's all. They are superstars. I have watched them grow and see them shine. എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും ആക്ടർ ആയാലും സ്റ്റാർസ് ആയാലും അവർക്ക് എല്ലാവർക്കും സ്റ്റോറി വേണം അല്ലേ. അപ്പോൾ അവർ ഡെബ്യൂട്ട് ഇട്ട ഇല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്ഡ് അത് മാറ്റർ ആവില്ല. സോ ഹി മേഡ് എ ഫിലിം ആൻഡ് ഷോഡ് ഇറ്റ്. അതേക്കാളും ബെറ്റർ പ്രൂഫ് എന്തുണ്ട്? അത് കാണുമ്പോൾ തന്നെ ഇതെപ്പോ ചെയ്തു, ഇതെങ്ങനെ ചെയ്തു, അത് കംപ്ലീറ്റ് ഡബിങ് ചെയ്തിട്ട് DTS പോലെ ചെയ്തു. 5.1 ഓൾസോ ഹി മിക്സ്ഡ് ഇറ്റ്. ഐ തിങ്ക് അതിന്റെ സ്റ്റോറി എല്ലാവർക്കും അട്രാക്ട് ആയി. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മുടെ ചെറുപ്പകാലത്തിൽ അവിടെ കർണാടകയിൽ ശിവരാജ് കുമാർ പിന്നെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര അവരൊരു കൾച്ചറൽ ഐക്കോൺസ് ആണ് നമുക്ക്. അപ്പോ ആ 2 ക്യാരക്ടേഴ്സും വേറെ യാരും റിപ്ലേസ് ചെയ്യാൻ അത് പാടാ. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ക്യാൻ റിപ്ലേസ് ദം ഇൻ ദിസ് ഫിലിം. സോ അവരുടെ ഇമേജും അവരുടെ ഒരു സ്വാഗും അതെല്ലാം പിടിച്ചിട്ടാണ് അവർ ഇത് എഴുതിയിട്ടുള്ളത്. So the moment somebody reads it of that caliber, they can judge, okay, this director has worked a lot. So maybe they accepted that because of that reason. I accepted it because of the preparation he had done and the importance that my role had. Yeah. Sir, ഇപ്പോൾ ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. കാരണം ഒരു പക്ക ഒരു മാഡ് മാക്സ് സിനിമ കാണുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അത്ര മോഡേൺ ആണ്, ഫാന്റസി ആണ്, ഇതിനെ കുറിച്ച് മിത്തുണ്ട്, ഗുഡ് വേഴ്സസ് ഈവിൾ, അങ്ങനത്തെ ഒരു മോഡ് നമുക്ക് പല ജോണേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും? നമ്മൾ ആളുകൾ എല്ലാ ടൈപ്പ് ജോണേഴ്സും സിനിമകൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തൊരു ജോണർ അല്ലെങ്കിൽ ഇങ്ങനൊരു കൺഫ്യൂസ്ഡ് ആവുന്നൊരു എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നോർമലി ഒരു വലിയ പടം ചെയ്യുമ്പോൾ എപ്പോഴും ടെംപ്ലേറ്റിൽ അത് വരണം, ഇല്ലെങ്കിൽ അത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ ഈ പടം അങ്ങനെയല്ല. അത് വേറെ അഡ്വെഞ്ചർ സോണിക്ക് പോകുന്നത് അങ്ങനെയല്ല. സ്റ്റോറി തന്നെ അങ്ങനെ പോകും. സ്റ്റോറി ഒരു കോമൺ മാന്റെ ലൈഫ് വേറെ എക്സ്ട്രോർഡിനറി പീപ്പിൾ എക്സ്ട്രോർഡിനറി സിറ്റുവേഷൻ പോകുമ്പോൾ വേറെ ഡയമെൻഷനിൽ പോകും. അതാണ് വിഷ്വലൈസ് ചെയ്തത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് there because we wanted to achieve a film like other film. അതങ്ങനല്ല. ഇതിന്റെ സ്റ്റോറിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ട്രാവൽ വേണം. So that is the reason. And when he cut the trailer, he wanted to hide all the stories without telling the stories. അതിന്റെ വിഷ്വൽ ഗ്രാൻഡിയർ മാത്രം കറക്റ്റ് ചെയ്തിട്ട് അത് ട്രെയിലർ റിലീസ് ചെയ്താൽ മതി. അതാണ് അവരുടെ ഡിസിഷൻ. So that is the reason it looks like several worlds, but in the cinema it is one world traveling to another dimension. So our confusion illade or easy ആയിട്ട് ഫ്ലോ ഉണ്ട് അതിൽ. അതുപോലെ തന്നെ സാർ ഇതില് ഒരു സോങ് ഇറങ്ങിയ ട്രൈബൽ സോങ് ഇറങ്ങിയാൽ അത് ഇന്ത്യ മുഴുവൻ അത് വൈറലാണ് ഓൾറെഡി. അപ്പം നിങ്ങൾ പോകുന്ന ഫംഗ്ഷൻസിലായാലും ശരി എവിടെ പോയാലും അത് എൻജോയ് ചെയ്ത് കളിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഷൂ ഫ്രം സോയിലെ സോങ് അലിയൻ സോങ് ആയിരുന്നു ട്രെൻഡിങ് ആയിട്ട് നിന്നത്. പിന്നെ ഇപ്പൊ ഇത് വരുന്നു. How do you feel about that? ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, നമുക്ക് നമ്മളായിട്ട് തന്നെ എന്താ എൻജോയ് ചെയ്ത് സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോൾ അത്ര എൻജോയ് ചെയ്യില്ല, വേറെ എന്ത് ചെയ്യാൻ പറ്റും. സോ ഡാൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ വെൻ യു ഡു ഡാൻസ് ഫോർ യുവർ സെൽഫ് ഐ തിങ്ക് വെരി ഹാപ്പി. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോ അലിയൻ സോങ് തന്നെ ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ ഫിലിം. അതൊരു പ്രൊമോഷന്റെ ഒരു ഇതാണ്. അത് നാച്ചുറൽ ആയിട്ട് ഫ്ലോ ആയി. എന്ന് വെച്ചാൽ നമ്മുടെ കർണാടകയുടെ റിലീസായ ശേഷം നമ്മൾ ഇവിടെ വന്നു. ഇവിടെ മലയാളത്തിലും അത് വളരെ വെൽതായിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഫോർ ദാറ്റ് ഐ ഹവൻറ്റ് താങ്ക്ഡ് കേരള ആൻഡ് താങ്ക് യു സോ മച്ച്. സോ അപ്പോ ആ ഒരു സോങ് ആ പടത്തിൽ ഒരു വൈറാലിറ്റി, അത് ഏത് സോങ് എന്താ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർക്ക് അറിയില്ല. അപ്പോൾ അത് സോ വി ഹാഡ് ടു റിലീസ് ഇറ്റ്. അപ്പൊ റിലീസ് ചെയ്യുമ്പോൾ വെറുതെ ഇട്ടാൽ അതിനൊരു ഫൺ ഇല്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തു, ആരുമല്ല, വെറുതെ ഇവിടെ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തു, വെറുതെ ഷൂട്ട് ചെയ്തു. പക്ഷെ അത് വൈറലായി. സോ ദാറ്റ് ഈസ് ഹൗ തിങ്സ് ഹാപ്പൻ. പക്ഷെ ഇതില് ആ ഒരു ലാസ്റ്റ് ഹുക്ക് സ്റ്റെപ്പ് എന്തുണ്ട്, അത് 3 ക്യാരക്ടറുടെ 3 പടത്തിന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ജോഗി പടത്തിന്റെ ശിവരാജ് കുമാർ സാറുടെ ഒരു സ്റ്റെപ്പ്. അതിൽ ആ ഒരു സ്റ്റെപ്പ് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. അപ്പോ അവിടുത്തെ ആൾക്കാർക്ക് അറിയോ അത് എന്താ സ്റ്റെപ്പ്. സെക്കൻഡ് ആക്ച്വലി ഫ്രം ഉപേന്ദ്ര. സോ ആ സോങ്ങിന്റെ പേര് MTV സുബ്ബുലക്ഷ്മി.
So Bari old, it's everything is a lie is the meaning of the song. So when Upendra does the step, everybody knows what to expect. ആ ലാസ്റ്റ് പോർഷൻ ഇവിടെയും കുറെ ആൾക്കാർക്ക് അറിയും. അത് ഗരുഡഗമനയുടെ ഒരു ടൈഗർ ഡാൻസിന്റെ ഒരു പോർഷനാണ്. സോ ദാറ്റ് ഡയറക്ടർ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് അത് വൈറലാക്കി. ഫോർച്ചുനേറ്റ്ലി ഇറ്റ് വർക്ക്ഡ്. സാർ ഇവരുടെ ഫാനാന്ന് പറയുന്നത് അപ്പൊ അവർക്ക് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ഫാൻ മൊമെന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്നൊരു സീൻ കാണുമ്പോൾ അല്ല അവരുടെ ചെയ്തൊരു സീൻ കാണുമ്പോൾ ഉണ്ടായ ഒരു ഫാൻ മൊമെന്റ് എന്തായിരിക്കും അവരുടെ? ഫസ്റ്റ് ഒരു ഇമോഷണൽ സീനിൽ അവർ എനിക്ക് ഒരു ഡയലോഗ് പോർഷൻ മോണോലോഗ് വരും ശിവരാജ് കുമാർ സാറുടെ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് ഷോട്ടാണ് അവരുടെയും ബാക്ക് ഷോട്ട്. പക്ഷെ ആ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി മോസ്റ്റ്ലി ഐ മീൻ തിയേറ്റർ. എൻ്റെ ചെറുപ്പകാലത്തിലും അത് തന്നെ അല്ലേ എൻ്റെ മെമ്മറിയിൽ. ആ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും തിയേറ്ററിൽ. സോ then I realized okay, I'm so fortunate. ഇപ്പോൾ ആളുടെ കൂടെ നിന്നിട്ട് so I'm acting and he's telling the dialogue and he's telling it to me the character. അത് വളരെ ഹാപ്പി മൂമെന്റ് ആണ്. പിന്നെ ഉപേന്ദ്ര സർ അവരുടെ അടുത്ത് ഞാൻ ഈ കംപ്ലീറ്റ് ഷൂട്ടിംഗ് ഇന്റർവ്യൂ സെഷൻ ആയിട്ട് ഞാൻ മാറ്റി. എവിടെയും എപ്പോഴും അവരുടെ അടുത്ത് ഇതെന്തിനാ എങ്ങനെ ചെയ്തു, ഈ ഐഡിയാസ് എങ്ങനെ വന്നു, ഇതാണ് എൻ്റെ ചോദ്യങ്ങൾ. എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലത്തിൽ അവരുടെ സിനിമയുടെ പോസ്റ്റേഴ്സ് ഞാൻ ഹാഫ് ആൻ അവർ കാണാറുണ്ട്. ഇതിങ്ങനെ ചെയ്തു പോസ്റ്റേഴ്സ്, ഇതെന്താ മീനിങ് എന്താണ്. സോ അത്രത്തോളം ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഇതാണ് എന്താ ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ ഭാഗ്യം. ഐ തിങ്ക് ആർട്ടിസ്റ്റ് ഗെറ്റ് ഇറ്റ് ആൻഡ് ഐ എം സോ ലക്കി. ഇത്ര മമ്മൂട്ടി സർ, ശിവരാജ് കുമാർ സർ, ഉപേന്ദ്ര സർ. സോ ഐ എം ഗ്ലാഡ്, ഐ എം ലക്കി. അതുപോലെ സാറ് ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥാപാത്രം, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റൂട്ടിലുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും. ഇപ്പം വേണമെങ്കിൽ താങ്കളൊരു ഗ്രാഫ് വെച്ചിട്ട് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം, ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ പോലെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്ന് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്താൽ ആ ഒരു സ്റ്റേജിലാണുള്ളത്. പക്ഷേ ഇപ്പോഴും ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഓഡിയൻസിന് കണക്റ്റഡ് ആവണം എന്നുള്ള അതാ ഇപ്പോഴും ഓൾറെഡി അങ്ങനെ ഫിക്സഡ് ആണോ അത്? എന്ന് വെച്ചാൽ വി ആർ ടൂൾസ് ടു മേക്ക് എ സിനിമ. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. എന്നേക്കാളും വലുതാണ് സിനിമ, സ്റ്റോറി, പടങ്ങളെല്ലാം. സോ ഐ ഡോണ്ട് തിങ്ക് ഐ കാൻ ടെൽ okay, I have a few people who will like to see me in this way. I don't think they are making my marriage video. They're making a cinema. So I need to become the character that the cinema needs. If there is a problem in the intention of the character, or the problem, I'm not accepting the behavior of the character because of psychological reasons or this thing, then I might tell. ഇല്ലെങ്കിൽ അത് ഇത് വേണം. നോർമലി കുറെ ഫിലിമുകൾ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് സാർ, അത് എൻട്രി ഒന്നും വേണ്ട. എന്താ വെച്ചാൽ ഇവരൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടറില്ല, അത് വേണ്ട, ആ ഷോട്ട് വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് വന്നാൽ മതി. അങ്ങനെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോ അതേ ടർബോയിൽ ഒരു വിലൻ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർക്ക് അത് വേണം, അത് എനിക്കല്ല. സോ ഐ നീഡ് ടു നോ ദാറ്റ് ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ഫോർ മീ. സോ വെൻ ദ ക്യാരക്ടർ നീഡ്സ് ഐ നീഡ് ടു ഡു ഇറ്റ്. ഇഫ് ദ ക്യാരക്ടർ ഡസന്റ് നീഡ് ഐ നീഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. സോ അതെ 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 അതൊക്കെ വളരെ ഒരു അവനൊരു മണ്ണാണ് പോലെ. സോ that idea was there in the film. Yeah. ഓനെ 2 പടം മാത്രമേ ഹിറ്റടിച്ചു. എന്താ നല്ല വർഷം. കറക്റ്റ് പറഞ്ഞു. കറക്റ്റ്. പ്രഷർ ഒന്നുമില്ല പോലെ. എന്താ വെച്ചാൽ നമുക്ക് പടം ചെയ്യുമ്പോഴാണ് ആ പ്രഷർ. ഇത് നന്നായിട്ട് ചെയ്യണം, അതാണ് പ്രഷർ. അപ്പോൾ അത് ക്വാളിറ്റി അച്ചീവ് ചെയ്ത ശേഷം ഇത് നമുക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇപ്പോൾ ഇതൊരു ടെംപ്ലേറ്റ് ഒരു പടമൊന്നും അല്ല, വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു മാസ് പടമാണ്. ഇപ്പോൾ ഈ ഗ്രാമർ ഇത് ഇവർ ആൾക്കാരൊക്കെ എങ്ങനെ പിടിക്കൂ, അവർക്ക് ഇത് എങ്ങനെ തോന്നും, ഇതാണ് നമ്മുടെ ക്യൂരിയോസിറ്റി. എല്ലാ പടങ്ങളും നമ്മൾക്ക് എങ്ങനെ വെച്ചാൽ അതില് കുറെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യൂ, എക്സ്പെരിമെന്റ് ചെയ്യൂ, പിന്നെ അതിന്റെ റിസൾട്ട് എങ്ങനെ കിട്ടും, അതിലാണ് നമ്മൾ കുറച്ചും കൂടി വി ലേൺ എ ലോട്ട്. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ പ്രഷർ പ്രഷർ എന്ത് ചെയ്യാൻ പറ്റൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വി ഡിഡ് എ ഫിലിം, സൂപ്പർ സോ എന്താ പ്രഷർ? ഓക്കെ, വി ഡിഡ് എ ഫിലിം, വി റിലീസ്ഡ് എ ഫിലിം. People make it a hit, people make it a flop.
അത് എന്തിനാ, അത് നമ്മൾ കുറച്ചും കൂടി അനലൈസ് ചെയ്താൽ നമ്മൾ ബെറ്റർ ഫിലിം മേക്കർ ആവും. അങ്ങനെ പ്രഷർ ഒന്നുമല്ല, കുറച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കറക്റ്റ് കറക്റ്റ്. ഇല്ല, അവരെപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, നീ എപ്പോ എനിക്ക് ഡയറക്റ്റ് ചെയ്യൂ. അപ്പൊ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അനുപമ ചോപ്രയുടെ ഇന്റർവ്യൂല്, ഐ കാൺ ഡയറക്ട് സ്റ്റാർസ്. അതാണ് എന്റെ ആക്ച്വൽ സ്വാഭാവിക ഒരു ക്വാളിറ്റി. എനിക്ക് അറിയില്ല എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇത് ചെയ്യണം. പക്ഷേ അപ്പോ ശിവരാജ് കുമാർ സാർ പറയുന്നത്, ഞാൻ സ്റ്റാർ ഒന്നും ഇല്ല, നിങ്ങൾ ഡയറക്ട് ചെയ്താൽ മതി, ഡയറക്റ്റ് എപ്പോഴും. അപ്പോൾ അത് അവരുടെ ഗ്രേറ്റ്നെസ് ആണ്. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ചെയ്താൽ അത് എനിക്ക് തെറ്റാവും. സോ ഐ നീഡ് ടു ഫൈൻഡ് സ്റ്റോറീസ് which will actually match the childhood idols that I worship. അപ്പോൾ അവിടെ പോയാൽ അതൊക്കെ ഒരു ഇതുണ്ട്, എന്താ ഒരു റെസ്പെക്ട് ഉണ്ട്. സോ ഐ എം സ്റ്റിൽ സീയിങ് വെദർ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറീസ് വിൽ ഫോം ഇൻസൈഡ് മീ. അത് വന്നാൽ ഞാൻ 100% ചെയ്യും. അവിടെ അല്ലെങ്കിൽ മമ്മൂട്ടി സാർ പറഞ്ഞിട്ടുണ്ട്, എന്തായെങ്കിൽ ഇന്നെങ്കിൽ പറയാന്ന്. പക്ഷെ എനിക്ക് ജാടൊന്നുമില്ല, പക്ഷെ ഒരു പേടിയില്ല. അത്ര വലിയ ഒരു സൂപ്പർ സ്റ്റാർ അവർക്ക് പോകുമ്പോൾ എൻ്റെ ഒരു അവർ ഇത് വേണമല്ലേ, എനിക്ക് വേണമല്ലേ, അവരെ ആരുണ്ട്. സോ ഇല്ല മോനെ, അതാണ് പറയുന്നത്. മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഐ വുഡ് ഹാവ് സെഡ് ഐ ഹാവ് അനദർ സ്റ്റോറി വിച്ച് ഐ എം ഡയറക്ടിങ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പൊ അതിന്റെ ഒരു തോട്ട്സ് ഉണ്ട്, അതിൽ ഈ ക്യാരക്ടേഴ്സ് ഇല്ല. സോ ഇതിന് ശേഷം എന്തായാലും വരണമെങ്കിൽ 100% I would work. Thanks, sir. Hello. Hello. First of all, welcome to Kerala. Thank you. Welcome back to Kerala. Yeah. ഇപ്പം ശിവനെ നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ മൂവീസിന്റെ ഒരു കിങ് ആണ് അദ്ദേഹം. ഉപേന്ദ്ര സാർ എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റ് മൂവീസിന്റെ ഒരു കിങ് ആണ്. താങ്കൾ റിയലിസം വെച്ച് അത്രയും കിടിലം വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ ഈ 3 ജേണേഴ്സുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ 3 ജേണേഴ്സ് ചെയ്ത ആളുകൾ ഒരുമിച്ച് വരുന്ന സമയത്തുള്ള ഒരു ഓറ എത്രത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? I think you have explained it very beautifully. ഒരു മാസ് ഫിലിമിന്റെ ഒരു കിങ് ആണ് ശിവരാജ് കുമാർ. എക്സ്പെരിമെന്റൽ പടങ്ങളെ കിങ് ആണ് നമ്മുടെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര. ആൻഡ് ഐ ഹാവ് ഡൺ റിയലിസ്റ്റിക് ഫിലിംസ്. ഇതിന്റെ ഈ പടത്തിന്റെ വലിയ ക്വാളിറ്റി ആണ്. സോ വെൻ മൈ ക്യാരക്ടർ കംസ്, ഇറ്റ് ടേക്സ് ദ ടോൺ ഓഫ് റിയാലിറ്റി. വെൻ ദ അതർ 2 characters come, it takes the tone of a cinematic moment and sometimes fantasy. അപ്പോൾ ഒരു ആ ട്രാവൽ കിട്ടും. സോ ഐ തിങ്ക് ഇന്റലിജന്റ്ലി ദ ഡയറക്ടർ ഹാവ് taken that, and without ruining anything, he has weaved a beautiful story is what I feel. So let's see, like I'm very eager for your response on first. Yeah. അതുപോലെ തന്നെ ഇപ്പം സൂപ്പറും സോ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്തു, അതായത് തിയേറ്ററിൽ പ്രേക്ഷകർ ടിക്കറ്റ് എടുത്ത് കാണുന്നത് ഒരു വയലൻസ് മൊമെന്റ്സ് കാണാൻ അല്ലെങ്കിൽ ഒരു മാസ് മൊമെന്റ്സ് കാണാൻ മാത്രമല്ല, ചിരിച്ചുകൊണ്ട് എടുക്കുന്ന കാശ് വർത്താന്ന് ഉണ്ടാക്കുന്ന ഫീൽ ഉണ്ടല്ലോ. സൂപ്പറും സോ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഇങ്ങനെ സിനിമകൾ ഇറക്കാം, ഇങ്ങനെ സിനിമകൾ ചെയ്യാമെന്നുള്ളത്, മലയാളത്തിൽ ഇവിടുത്തെ സിനിമകൾ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ശരിക്കും അന്ന് താങ്കളോട് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരു 1-2 കഥാപാത്രങ്ങളല്ലാതെ ഒരുപാട് കഥാപാത്രങ്ങളുള്ള സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. ശരിക്കും അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ താല്പര്യമുള്ളൂ, അതായത് താങ്കൾ ഡയറക്ട് ചെയ്യുന്ന ചിത്രം അങ്ങനത്തെ ഒരു ചിത്രമായിരിക്കും? അങ്ങനത്തെ പടമൊന്നുമല്ല. എന്ന് വെച്ചാൽ, see, we don't do cinema for the market needs. We do cinema which we haven't seen or which is new to the market. എപ്പോഴും ഇപ്പോ സൂപ്പറും സോ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആ കാലഘട്ടത്തിൽ ലൈക്ക് we were grown up seeing great comedies where every character is very important, those kind of films. I think JP is a big fan of those kind of cinemas. So when he wrote, his natural instinct was to actually give tribute to those films by incorporating the setup, which is actually a reminder of 90s. Maybe that is the reason, like many people in Kerala, they were actually relating to 90s movies. ഇത് കുറച്ചും കൂടി ഒരു നോസ്റ്റാൾജിയ ഫീൽ ഉണ്ട് ഈ പടത്തിൽ. ആ ഒരു വില്ലേജും അതിന്റെ കുറെ ആൾക്കാരും അതിന്റെ ക്യാരക്ടേഴ്സും അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ I don't think once we see market and we decide something, it's something comes inside us, and that will guide us to write, and that will guide us to do cinemas.
I don't know what I'm writing a thriller next because I haven't done in my life. So I have done a comedy, my Vandu Mutta Kate, gangster drama, and Garuda Gamana Rishamavana, which is and almost I don't know whether what genre it is. Like I kind of consider that as a love story, Swati Muthiramalani, and because my love story would be that flawed, yeah. So now I know I need to write a thriller because I haven't tried it. So എനിക്കറിയില്ല അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. സോ ഇപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി പഠിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ചെയ്യും. So that is what I'm excited about. ഡെഫിനറ്റ്ലി ഞാനിത് കുറേ ഇന്റർവ്യൂസിലും കുറേ ആൾക്കാർക്കും പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി സർ മീറ്റ് ചെയ്തിട്ട് അവരുടെ സെലക്ഷൻസും അവരുടെ തോട്ട് പ്രോസസ്സും അത് കേട്ട ശേഷം ഐ എം തിങ്കിങ് ഡിഫറെൻ്റ്ലി. ഇപ്പോൾ ഏത് ചോയ്സസ് ഉണ്ടെങ്കിലും അതിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് 100% ഉണ്ട്. ഒരു ഇത്ര വലിയ സൂപ്പർ സ്റ്റാർ ഇത്ര ആക്യുലേറ്റ്സും ഇത്ര നാഷണൽ അവാർഡ്സും ഇത്ര സ്റ്റേറ്റ് അവാർഡ്സും എല്ലാം അച്ചീവ് ചെയ്തിട്ട് ഇന്നും എക്സ്പെരിമെന്റിങ് ആണ്. സോ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ, അത് ഐ തിങ്ക് ദാറ്റ്സ് ബ്രില്യൻറ്റ്. We are not imitating or mocking or anything. We are just thinking, oh, somebody is a legend and he does it right. I need to think that way so that I fall in the category of choosing good characters. Yeah. എൻ്റെ ഫസ്റ്റ് പടം ഒന്നു മുട്ടയൊക്കെ അത് പുറത്തു വരുമ്പോൾ ആർക്കും അറിയില്ല നമ്മൾ ആരെന്ന്. എന്ന് വെച്ചാൽ അവിടുത്തെ ജിയോഗ്രഫിയിൽ മാംഗ്ലൂർ അതൊരു ഓൾമോസ്റ്റ് സദൺ ഒരു ഇതാണ്, ഡിസ്ട്രിക്റ്റ് ആണ്, ദക്ഷിണ കന്നഡ. ആൻഡ് അവിടെ ഒരു സിനിമ കൾച്ചർ ഇല്ല. പിന്നെ അവിടുത്തെ സ്ലാങ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. നമ്മൾ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ലാംഗ്വേജിൽ അവിടുത്തെ സ്റ്റോറി ചെയ്തു, അത് കർണാടകയിൽ ഹിറ്റടിച്ചു. അപ്പോൾ ബാംഗ്ലൂരിൽ അത് വളരെ പോപ്പുലറായി. അപ്പോൾ പുനീത് സാർ എൻ്റെ പ്രൊഡ്യൂസർക്ക് വിളിച്ചിട്ട് he asked us to come home. See, nobody knew that we would ever do a second film also. എപ്പോഴും ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ഫിലിം ഹിറ്റ് അടിച്ചാൽ എല്ലാവരും അത് ഫ്ലൂക്കാണ് പറയുന്നത്, അത് ഫ്ലൂക്കായിട്ട് ഹിറ്റ് അടിച്ചത്. പക്ഷെ ഈ ആള് അതൊന്നും മൈൻഡ് ചെയ്യാതെ he called us home and he showed us his house, and for the first time he went in his Facebook 2017 Facebook live for the first time and promoted our cinema. ഇത് എൻ്റെ ഫിലിം മാത്രമല്ല, അവർ എല്ലാം വെരി ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറെൻറ്റ് ഫിലിം വരുമ്പോൾ അവരെപ്പോഴും സപ്പോർട്ട് ചെയ്യും. സോ അതാണ് അവരുടെ ക്വാളിറ്റി. ഇപ്പോൾ ഈ പടം ഇറങ്ങുമ്പോഴും കുറേ ആൾക്കാർ വന്നിട്ട് അതിന് കമൻറ്റ് അടിക്കാൻ, ഐ തിങ്ക് വി ഷുഡ് ഹാവ് ഹാഡ് ഹിം ബിക്കോസ് ഹി വുഡ് ഹാവ് സപ്പോർട്ടഡ്. അതാണ് നമ്മുടെ ഫീൽ. ഏത് പടം വരുമ്പോഴും ആ സ്ഥലം പിന്നെ എപ്പോഴും വെരി വൈബ്രൻറ്റ്, വെരി he treats everybody equally. That kind of a good person. ഞാൻ അവരുടെ കൂടെ അവരുടെ പ്രൊഡക്ഷനിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ നോ ഹിം പേഴ്സണലി. ഒരു തവണ ആ പടത്തിന്റെ പ്രൊമോഷൻ പോകുമ്പോൾ അവർ വീട്ടിലേക്ക് വിളിച്ചു, ഭക്ഷണമൊക്കെ വന്നു. അപ്പോൾ പോകുമ്പോൾ he recognized that I am from Mangalore and he made fish at home for me separately. ഞാൻ ഒരു ചെറിയ ആക്ടർ. അപ്പോൾ സോ ഇത്ര അവർ കെയർ, he takes care of everybody. He took care of everybody in that way. I think that's why we miss him every single time we do something and he's not there to see that film. Yeah. Hi brother. Hello. In such a large scale film like 45, how do you
such a large scale cinema like 45, which is really larger than life. So how do you find an emotional balance to the character? ഇറ്റ്സ് എ ഫാബുലസ് ക്വസ്റ്റ്യൻ. എന്താ വെച്ചാൽ കുറേ വലിയ പടത്തിൽ ആ ഇമോഷണൽ കോറാണ് പോകുന്നത്. എന്താ വെച്ചാൽ അതിന് സ്പേസ് ഇല്ല, ആ ഒരു പേസിൽ ആ ഒരു സ്പീഡിൽ ആ ഒരു ഇമോഷണൽ ഇത് കിട്ടില്ല. പക്ഷെ ഇതിൽ ഒരു ഇമോഷണൽ ആർക്ക് ഒരു ഇമോഷണൽ ജേർണിയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ആ ഇമോഷൻസ് ആണ് ഇറ്റ് ടേക്സ് യു ടു ഡിഫറെന്റ് ഡയമെൻഷൻ. അതിന്റെ ടാഗ് ലൈൻ 45 ഫേസ് ദ ഫിയർ, അവിടെയും ഒരു ഇമോഷൻ ഉണ്ട്. So you need to face a fear. So when you face a fear, I think you travel through different emotions. The journey itself is emotion. That's why I'm very curious. I told. ഇതിൽ ഒരു നോർമൽ ഒരു ഇമോഷൻസ്, ഒരു സിമ്പിൾ ഇമോഷൻ ഉണ്ട്. ആ ഇമോഷൻസിന്റെ ട്രാവലിലാണ് സ്കെയിൽ വരുന്നത്. So I'm very excited to see like, okay, what would be the reaction for this distinct film? Yeah. In whatever commercial big film you do, you make sure that it is grounded or culturally specific in Rajbi Shetty style. If you take Turbo, he's wearing black dhotis and he's smoking BDs other than some luxurious cigarettes or anything. So in 45 also there are two superstar giant actors on both sides, and you are playing some kind of a relatable common man in the film. So is this as a selective decision? Allah, bro, like whenever somebody sees me, they know that okay, he looks like a normal person. So then maybe every physical appearance, like the moment somebody casts me, they want to see me rooted because that matches me more. Like if I come in a suit or that kind of thing, there are better actors and better looking actors to do that. So ഇത് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മാച്ച് ആവും. മേ ബി ഐ എം ലക്കി. അത് ബീഡിയും മുണ്ടും അതെല്ലാം ആക്ച്വലി ഡയറക്ടർ, കോസ്റ്റ്യൂമർ അവരുടെ വർക്കാണ്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് നമുക്കാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ക്രിട്ടിക്സിന് ഒരു സിനിമ ഇറങ്ങുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് ഉറപ്പായിട്ട് വിമർശിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷെ അതിലൊരു ബാരിയർ അതും കടന്നിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത് ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ആ സിനിമയെ കൂടിയാണ് ബാധിക്കുന്നത്. How do you feel about it? I think cinema is a democratic process. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓക്കെ നീ പറയണ്ട, നീ പറ എന്ന് പറയുന്നത്. I can't tell that. I don't think anybody can do that. Anybody can tell that. അപ്പോൾ ഇതൊരു ഡെമോക്രാറ്റിക് പ്രോസസ് ആയ ഇതിൽ so we can't tell somebody to look at a cinema in a certain way which I want them to look at. That cannot happen. That will never happen. So I don't mind about that. I try to make as decent as a cinema that I can do. Then like, I don't worry about anything. Because see, every time somebody gives a great review, so I actually എനിക്കതിന്റെ ഗുണങ്ങൾ കിട്ടും അല്ലേ, അവനൊന്നും കിട്ടൂല, പക്ഷെ എനിക്ക് കിട്ടും. So when he tells something when I did bad, of course it will hurt me. But the thing is, he has benefit. But the only thing I wouldn't like is body shaming women, body shaming girls, or body shaming men, or like body shaming actors, and telling when they should stop acting. That is not reviewing. That is being being inhuman. I think that inhumanity that shouldn't be there. Other than that, you are free to explore, be like as sarcastic as possible. So make us laugh. That's fine. I don't mind it. Yeah. Sir. Sorry. Hi sir. தமிழில் சார், இப்போ நிறையா பெரிய படம் ஷூட் பண்ணி இப்போ ரிலீஸ் பண்ணிட்டு நிறைய படம் தியேட்டரில் அதிகமாக ரன் ஆகுறது இல்லை. ஸ்டோரிக்கு இம்பார்ட்டன்ஸ் கொடுத்து ரிலீஸ் ஆகிற படம் அதிகமாக 25 days 50 days 100 daysலாம் ஓடுது. அதுக்கு இம்பார்ட்டன்ஸ் வந்துட்டு ஸ்டோரிக்கு இம்பார்ட்டன்ஸ் கொடுக்குறாங்க. அதனால நார்மல் ஆக்டர் ஆக்ட் பண்ணி நல்லா ஹிட் ஆகுது. இப்போ சில நார்மல் ஸ்டோரியில் நிறைய பிக் ஆக்டர்ஸை போட்டு ஷூட் பண்ணி ரிலீஸ் பண்ணுற படம் ஆக்டர்ஸ் அதிகமாக சேலரி வாங்குறதுனால லாஸும் இருக்குது. அதே சமயத்தில் தியேட்டர்லேயும் அதிகமாக ரன் ஆகல. ஜஸ்ட்டு போட்ட காசை ஒரு 3 days எடுத்துகிட்டு ஒரு 15 days ஓடிடியில் கொடுத்தா போதும். அந்த ஒரு மைண்ட் செட்டை பற்றி என்ன சார் சொல்றீங்க? That's what again I need to tell the democratic process of cinema. And namakku see, I may not agree with it. Enikadu okay, I may not agree with it. Yesterday somebody asked me the same thing. What do you think about like casting big actors from different states just because
like it can recover the money from different this thing. Then it became business. Then it became lesser of a art. So is it right or wrong? If you ask me, I may not agree with it, but I am nobody to tell whether you should do it or you shouldn't do it. Because if somebody comes to me and tell Swati Muthina Malayani is not even a film, not even 1,000 people watched it in theater, so that he's right, but I don't agree with it. That's all. You understand? So I think, every time so there is a beautiful saying, it's always like this. There is no time, it's always like this. It will be always like this. Yeah, you wanted to ask something. சார் இப்போ பேன் இந்தியா மூவிஸ்னு ரிலீஸ் ஆகிற படம் கம்மி தான். ஆனால் பேன் இந்தியாவுக்கு இப்போ ஒரு ஸ்டோரியில் வந்துட்டு ஒரு ஸ்டேட்ல இருந்துட்டு ஒரு ஆக்டர் வச்சுட்டு பேன் இந்தியாவா ரிலீஸ் பண்ணால் போதுங்கிறதா, இல்லை ஸ்டோரிக்கு இம்பார்ட்டன்ஸுங்கிறதுனால எல்லா ஸ்டேட்ல இருந்துட்டு ஒரு மெயின் ஆக்டர் எடுத்துட்டு ஒரு so it's so hard to write, and fit it together. See, with this film, like that's what I'm trying to tell. Either Shivraj Kumar, pinna Upendra sir, pinna we all belong to Kannada. Okay, there are other characters like Jafar has done, like Motte Rajendra has done. They are from them. But even then, even in other Kannada films also they have done. So this film, the intention was, I don't think anybody can replace Upendra sir, because even from our childhood we have been used to his mannerisms, his different attacks. So whatever you give it to him, it holds good to him. And even with Shivraj Kumar sir. So you need to have so much nostalgia for somebody of that caliber to take that character. Otherwise, it may not be convincing. If I play that role, it may not be convincing at all. So here, it was for the character that were performed, rather than trying to think that, okay, we need to go here, we need to go there. After finishing the project, then the distributors thought, okay, no, this has the potential. Let's try it. That's the reason why we are here.